അഹമ്മദ് മുഈനുദ്ദീൻ എന്ന പേര് കേട്ടാൽ ഒരുപക്ഷെ അറിഞ്ഞെന്ന് വരില്ല. പക്ഷേ ഈ വരികൾ കേട്ടാൽ നിങ്ങൾ അദ്ദേഹത്തെ തീർച്ചയായും തിരിച്ചറിയും. നീയില്ലെങ്കിൽ ഞാനെങ്ങനെ മഴയാകും, ഞാനെങ്ങനെ നിഴലാകും, ഞാനെങ്ങനെ ഞാനാകും. മഴയേ നിലാമഴയേ. സൂപ്പർ ഹിറ്റ് ജോഡികളായിരുന്ന റാസ ബീഗം പാടിയ ഗാനങ്ങൾ ഉൾപ്പെടെ 50ഓളം ഗസൽ ഗാനങ്ങൾ, കവിതാ സമാഹാരങ്ങൾ, കഥകൾ, 2 സിനിമകൾ, ഷോർട്ട് ഫിലിമുകൾ തുടങ്ങി നിരവധി രചനകൾക്ക് പിറകിലെ തൂലിക മുഈനുദ്ദീന്റേതാണ്. തൃശൂർ കടപ്പുറം പഞ്ചായത്തിൽ PR കുഞ്ഞിമോന്റെയും ചാലിൽ ചേക്കമ്മ എന്ന ഷെരീഫയുടെയും ഇളയ മകനായ മുഈനുദ്ദീൻ 18ാമത്തെ വയസ്സിലാണ് എഴുത്തിന്റെ വഴി തെരഞ്ഞെടുത്തത്. ഗൾഫിൽ ഫോട്ടോഗ്രാഫറായും അമേരിക്കൻ ഫാസ്റ്റ് ഫുഡ് മേഖലയിലും പ്രവാസ ജീവിതം നയിച്ച ഇദ്ദേഹം പിന്നീട് തന്റെ തൊഴിലിടം കണ്ടെത്തിയത് പുസ്തകങ്ങൾക്കിടയിലാണ്. ചിന്ത പബ്ലിക്കേഷൻസിന്റെ പുസ്തകോത്സവ വിഭാഗത്തിലെ ജീവനക്കാരനായ മുഈനുദ്ദീൻ ജീവിതത്തെ എഴുത്തും വായനയും ചേർത്ത് നെയ്തെടുക്കുകയാണ്. 18 വയസ്സൊക്കെ ആവുന്ന സമയത്ത് തന്നെ ആദ്യത്തെ കഥ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കഥയാണ് ആദ്യം എഴുതിയത്. 5 കഥാപുസ്തകം ചെയ്തിട്ടുണ്ട്. ഒരു മൊത്തം 19 പുസ്തകങ്ങളായി. ഇനി ഒരു 4 പുസ്തകങ്ങൾ വരാനുണ്ട്, ഓൾറെഡി കൊടുത്ത് വരാനുണ്ട്. പാട്ടുകൾ കുറച്ച് പാട്ടുകൾ നമ്മൾ തന്നെ ട്യൂൺ ചെയ്യുന്ന ഏകദേശം എല്ലാ പാട്ടുകളും. ആധിപത്യം തേടുന്നവർ, കൂടാരങ്ങൾ, സ്നേഹപൂർവം, ഞങ്ങൾ, താക്കോൽക്കൂട്ടം, പച്ചമുളക്, ഇരിക്കാൻ പറയാത്തതിന്റെ കാരണങ്ങൾ, നട്ടുച്ച നടക്കാനിറങ്ങുമ്പോൾ, വെള്ളേപ്പം കായ്ക്കുന്ന മരങ്ങൾ, ചോർ ബസാർ തുടങ്ങി 19 പുസ്തകങ്ങൾ ഇദ്ദേഹത്തിൻ്റെതായുണ്ട്. 4 പുസ്തകങ്ങൾ പ്രസിദ്ധീകരണത്തിനൊരുങ്ങുന്നുമുണ്ട്. താൻ എഴുതി ഇടമിട്ട ഗസലുകൾ പാടുന്ന മുഈനുദ്ദീന് സ്വന്തമായി ട്രൂപ്പുമുണ്ട്. മുസ്ലിം സമുദായത്തിൽ ട്രാൻസ്ജെൻഡറുകളുടെ ഇടം ചർച്ച ചെയ്യുന്ന ഇരട്ട ജീവിതമെന്ന സിനിമയുടെ രചന മുഈനുദ്ദീന്റേതാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സംഘടിപ്പിക്കപ്പെടുന്ന പുസ്തകോത്സവങ്ങളിലെ സാന്നിധ്യമാണ് ഈ എഴുത്തുകാരൻ. പുസ്തക കച്ചവടത്തിന്റെ തിരക്കുകൾക്കിടയിലും ഗസലിന്റെ ഇണങ്ങളും എഴുത്തിന്റെ മഷിക്കൂട്ടും ഉള്ളിലെ പുസ്തകത്താളിൽ വരച്ചു ചേർക്കുകയാണ് ഈ മനുഷ്യൻ. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.